അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് എത്തിയതോടെ പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ഭീഷണിയും വർദ്ധിച്ചു വരികയാണ്. നികുതി ഭാരം ഉൾപ്പെടെ അടിച്ചേൽപ്പിച്ച് ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. യൂറോപ്പിലെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ ആണവായുധ ശേഖരം ഉപയോഗിക്കുന്നതിനുള്ള പദ്ധതി ഒരുക്കുകയാണ് ഫ്രാൻസും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കീഴിലുള്ള അമേരിക്ക തങ്ങളെ സംരക്ഷിക്കാൻ ഇനി എത്തില്ലെന്ന് നാറ്റോ അംഗങ്ങൾക്ക് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന വരുന്നത്. യുക്രൈനെ ചൊല്ലിയുള്ള റഷ്യയുടെയും നാറ്റോയുടെയും സംഘർഷങ്ങൾ കണക്കിലെടുത്ത് ബ്രിട്ടനും ഫ്രാൻസിനും തങ്ങളുടെ ആണവ സംരക്ഷണം വ്യാപിപ്പിക്കാമെന്ന് കഴിഞ്ഞ മാസം ജർമ്മനിയുടെ നിയുക്ത ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് നിർദ്ദേശിച്ചിരുന്നു. രാജ്യത്തിൻ്റെ ആണവ ശക്തി സ്വന്തമായി വികസിപ്പിക്കാൻ തയ്യാറാണെന്നാണ് മാക്രോൺ മറുപടി പറഞ്ഞത്. ഒരു ആണവ പ്രതിരോധത്തിലൂടെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു തന്ത്രപരമായ ചർച്ച ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ട്രംപിൻ്റെ കീഴിലുള്ള പുതിയ യുഗത്തെക്കുറിച്ച് ഫ്രാൻസിലെ ജനങ്ങൾ ആശങ്കാകുലരാണെന്നും അമേരിക്ക നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് താൻ വിശ്വസിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യക്കെതിരെ നിൽക്കാൻ മടിയുള്ളതുകൊണ്ടും യുക്രൈനെ സഹായിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടും എടുത്ത പല തീരുമാനങ്ങളും വഴി ട്രംപിന് പല നാറ്റോ രാജ്യങ്ങളുമായും ബന്ധം വേർപെടുത്തേണ്ടി വന്നിരിക്കുന്നു. അതിനിടയിൽ യുക്രൈന് രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും അമേരിക്ക നിർത്തലാക്കിയിട്ടുണ്ട്. CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് ഫോക്സ് ബിസിനസ്സിനോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതുൾപ്പെടെ സൈനിക സഹായം നേരത്തെ അമേരിക്ക നിർത്തിവെച്ചതായി നിരവധി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്തയും പുറത്തു വരുന്നത്. അമേരിക്ക മാത്രമല്ല, യുക്രൈന് രഹസ്യ വിവരങ്ങൾ നൽകുന്നതിൽ നിന്നും അമേരിക്ക ബ്രിട്ടനെയും വിലക്കിയതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടനിലെ എല്ലാ ഇൻ്റലിജൻസ് ഏജൻസികൾക്കും സൈനിക ഏജൻസികൾക്കും ഇത് സംബന്ധിച്ച ഉത്തരവ് അമേരിക്ക നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യമായ സമയപരിധി പറയാത്ത ഈ ഉത്തരവ് ഗവൺമെൻറ് കമ്മ്യൂണിക്കേഷൻസ് ഹെഡ്ക്വാർട്ടേഴ്സ്, പ്രതിരോധ മന്ത്രാലയം തുടങ്ങിയ ബ്രിട്ടീഷ് ഏജൻസികളെ ബാധിക്കുമെന്ന് ബ്രിട്ടൻ പറയും. 2022 യുദ്ധം ആരംഭിച്ച ശേഷം യുക്രൈൻ സൈന്യത്തിനാവശ്യമായ നിർണായക വിവരങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന രഹസ്യാന്വേഷണ വിവരങ്ങൾ അമേരിക്കയും യുക്രൈന് നൽകിയിട്ടുണ്ട്. ഇൻ്റലിജൻസ് സഹകരണം പിൻവലിക്കാനുള്ള ഈ നീക്കം യുക്രൈനെ വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമാണെന്നാണ് റിപ്പോർട്ട്. അതിനിടയിൽ യുക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള ജർമ്മനിയുടെ ശേഷി കുറഞ്ഞു വരുന്നതായി ജർമ്മൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക വക്താവ് മൈക്കൽ സ്റ്റെംഫിൽ അറിയിച്ചു. പാട്രിയറ്റ് സിസ്റ്റങ്ങളും മറ്റ് ആയുധങ്ങളും ജർമ്മൻ ആയുധപ്പുരകളിൽ നിന്ന് യുക്രൈനിലേക്ക് കൂടുതൽ കൈമാറ്റം ചെയ്യുന്നതിനുള്ള പരിധിയിലെത്തിയെന്നും ഇതിനകം തന്നെ നിരവധി സിസ്റ്റങ്ങൾ യുക്രൈന് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയും സഹായം നൽകാതെ രാജ്യത്തിൻ്റെ സ്വയം പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും പ്രത്യേകിച്ച് അമേരിക്കയുടെ സഹകരണം ഇല്ലാത്ത സ്ഥിതിക്ക് അത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2022 സംഘർഷം രൂക്ഷമായ ശേഷം യുക്രൈനെ പിന്തുണയ്ക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ജർമ്മനി. കൂടാതെ ജർമ്മൻ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 44 ബില്യൺ യൂറോ വിലമതിക്കുന്ന സൈനിക സാമ്പത്തിക സഹായം ജർമ്മനി യുക്രൈന് നൽകിയിട്ടുണ്ട്.